പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഗുരുതരമായ അനാസ്ഥയെക്കുറിച്ച് സംസാരിക്കാനാണ്. മറ്റൊന്നുമല്ല, റോഡ് സംബന്ധമായിട്ട് തന്നെയാണ്. ഞാൻ തിരുവല്ല താലൂക്കിൽ ഇരുവേരി പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലുള്ള 13, 17 വാർഡിൽ താമസിക്കുന്ന ഒരു താമസക്കാരനാണ്. ഇപ്പം 17 എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റാണ്, 13 ഞാൻ വീടിരിക്കുന്നത്. 2 വാർഡ് മെമ്പർമാർ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ അന്തേവാസിയാണ്. മറ്റൊന്നുമല്ല, എൻ്റെ ഗുരുതരമായ ഞാൻ പറയുന്നത്, ഞാനൊരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, കാരണം പ്രതികരിക്കാൻ ഏതെങ്കിലും കുറേ മണ്ടന്മാർ വേണമല്ലോ, എല്ലാവരും മിടുക്കരായ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് മാത്രം പ്രതികരിക്കുന്നു. ഈ പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ കേൾക്കുന്നതാണ്, കുഴപ്പമൊന്നുമില്ല, അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. അസ്വസ്ഥ ആകുന്നവർക്ക് വിമർശിക്കാം, കുഴപ്പമില്ല. മറ്റൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന ഇരുവേരി പഞ്ചായത്തിലെ വള്ളംകുളം തന്നൂർ കുരുമലക്കാവ് റോഡിൻ്റെ ഇപ്പോഴത്തെ ശോചനീയ അവസ്ഥയെക്കുറിച്ചാണ് നിങ്ങൾ നേരിട്ട് കാണുന്നത്. പട്ടി വെറ്റി കിടക്കുവാണ് ഒന്നത്. ഇത് ജൂൺ മാസം 17-ാം തീയതി 16-ാം തീയതി പൊളിച്ചിട്ടേച്ച് പോയ ഒരു കോൺക്രീറ്റ് റോഡാണിത്. ഇത് ജൂലൈ 11 26-ാം തീയതി, ജൂൺ മാസം 26-ാം തീയതി പൊളിച്ചിട്ടേച്ച് പോയൊരു റോഡ്, അതിൻ്റെ 2 ദിവസത്തിനകം കോൺക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞേച്ച് ചെയ്തേച്ച് പോയ ഒരു റോഡാണ് ഇന്ന് ഈ നിമിഷം വരെ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അന്ന് ഈ വാർഡ് 16-ാം വാർഡായിരുന്നു. അന്ന് ഈ വാർഡിലെ മെമ്പറെ സ്വാധീനിച്ച് ഒരു 3 ലക്ഷം രൂപ ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് അനുവദിക്കുകയുണ്ടായി. ആ 3 ലക്ഷം രൂപ അതേസമയം കഴിഞ്ഞ ടൈമിൽ 1.5 വർഷം മുമ്പ് അനുവദിച്ചതാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് അനുവദിച്ചിട്ട് അതിങ്ങനെ നീണ്ടു പോയി. കോൺട്രാക്ടറുടെ എന്തോ പ്രശ്നങ്ങൾ കാരണം നീണ്ടു പോയി. ലാസ്റ്റിൽ നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞായിരുന്നു, ഞാനിവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഇത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്തിരിക്കും, അത് എൻ്റെ ഉറപ്പാണ് എന്നാണ് അദ്ദേഹം ലാസ്റ്റ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, എന്തോ കാരണത്താൽ ആ കഴിഞ്ഞ ടൈമിൽ ഇത് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. നമുക്ക് അതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയത്തില്ല. കോൺട്രാക്ടറുടെ നിരുത്സാഹമായ പ്രവർത്തനമാണെന്നാണ് പറഞ്ഞത്, നമുക്കതറിയില്ല. പക്ഷേ 3 ലക്ഷം രൂപ അനുവദിച്ചത് അത് ഈ ടൈം ആയപ്പോൾ അത് 2 ലക്ഷമായിട്ട് ചുരുങ്ങി. 3 ലക്ഷം സംഭവം ഒക്കെ അനുവദിച്ചു, അതിനാണ് ചെയ്യാനവർ തീരുമാനിച്ചത്. അത് 2 ലക്ഷമായിട്ട് അനുവദിച്ചു. പക്ഷേ GSTയും കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ എന്നാലും ഈ 2 ലക്ഷമായിട്ട് കുറയത്തില്ലല്ലോ, ഒരു 40,000 രൂപ പോകുമായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ബാക്കി ഇത്രയും കാണും, 2.5 ലക്ഷത്തോളം രൂപയായി കുറയാതെ കാണുമല്ലോ. പക്ഷേ നിലവിൽ ഇതിന് എസ്റ്റിമേറ്റ് വന്നിരിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ അനുവദിച്ച് അതിനകത്ത് 94 മീറ്ററോളമാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഞാനതിൻ്റെ കണ്ടതാണ്, ഉദ്യോഗസ്ഥരുമായി കണ്ടതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഇത് ഇപ്പോഴും നിലവിലുള്ള 17-ാം വാർഡിലെ മെമ്പർ ഇടപെട്ട്, 13-ാം വാർഡിലെ മെമ്പറും കൂടെ ഇടപെട്ട്, 17-ാം വാർഡിലെ മെമ്പറാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞ ടീമിലുള്ളതല്ലേ, അവരിൽ നിന്നും കൂടെ വന്നാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ നിമിഷം വരെ ഇത് പൊളിച്ചിട്ട് വെച്ച് പോയതല്ലാതെ ഇതിനൊരു തുടർ നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് JCB വന്ന് കുഴിച്ചു മാറ്റിയപ്പോൾ ഈ റോഡ് മുഴുവൻ ജലജീവൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് പണ്ടൊന്ന് ഇവിടെ ഒന്ന് കുഴിച്ചതാണ്. അന്ന് പൈപ്പ് ലൈൻ ഇട്ടപ്പോൾ ഈ റോഡ് ഒന്നാമതേ മുടിഞ്ഞ് പണ്ടാരം ഉണങ്ങിക്കിടന്ന റോഡായത്, നശിച്ച് നാറാണക്കൽ, ആർക്കും വേണ്ടാതെ. കാരണം വോട്ട് മതിയല്ലോ, നമുക്ക് വേറൊന്നും വേണ്ടായല്ലോ, അത് ആര് തന്നെ ഭരിച്ചാലും വോട്ട് മതിയല്ലോ. ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ സാധനം വെള്ളമാണ്, റോഡാണ്, അതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവർ ജലജീവൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് പൊളിച്ചിട്ട ഈ വഴി അവർ കോൺക്രീറ്റ് ചെയ്യുമെന്നായിരുന്നു അവരുടെ വ്യവസ്ഥ, പൊളിച്ച ഭാഗം. പക്ഷേങ്കിൽ അവർ കോൺക്രീറ്റ് ചെയ്താൽ പോയി. അപ്പം നമ്മളെ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ 1.5-2 കൊല്ലത്തിന് മുകളിലായി പൊളിച്ചിട്ടേച്ച് പോയത്. അപ്പോൾ അവർ പറഞ്ഞത്, അവർ കോൺക്രീറ്റ് ചെയ്ത് തന്നില്ലെങ്കിൽ, ഇത് പൊളിച്ച് ഈ പൈപ്പ് ഇട്ടവർ തന്നില്ല, ഞങ്ങൾ ആ പൈസ ഈടാക്കുമെന്ന്. പൈസ ഈടാക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? എന്നിട്ട് ഇവിടെ പ്രയോജനപ്പെട്ടോ? ഇതങ്ങനെ തന്നെ ആ ശോചനീയാവസ്ഥ തന്നെ കിടക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ടീമിൽ കണ്ടോ, ഇത് റോഡ് പൊളിച്ച് കഴിഞ്ഞപ്പോൾ, JCB കൊണ്ട് പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5-6 വീട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കട്ടിങ്ങിൻ്റെ പൈപ്പ് ലൈനാണ്. അവർ 2ാമത് ഇട്ടതാണ്. ഇത് അണിവറിൻ്റെ വലുപ്പം പോലുമില്ല ഇവരെ ജോയിൻ്റ് ചെയ്ത പൈപ്പിന്. അങ്ങനെ ഇട്ട് അതിന് മട്ടേക്ക് കോൺക്രീറ്റ് ചെയ്താലോ, ഒരു വലിയ ഭാരമുള്ളൊരു വണ്ടി പോയി കഴിയുമ്പോൾ
ഇത് നശിച്ചു പോകും, ഇത് പൊട്ടിപ്പോകും. പിന്നെ ഈ കോൺക്രീറ്റ് കുത്തിപ്പൊളിക്കണം. പിന്നെ എൻ്റെ ഇടതുവശത്തെ എന്നെ കോൺക്രീറ്റുകളെല്ലാം പൊളിച്ച് എൻ്റെ പേരിൽ JCB കൊണ്ട് പൊളിച്ച് അവിടെ പൈപ്പ് ലൈൻ എല്ലാം പൊട്ടി. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു. ഞങ്ങളുടെ ഉത്തരവാദിത്വം ഒന്നുമല്ല. ഈ കോൺട്രാക്റ്റ് ഈ പ്ലംബിങ്ങിൻ്റെ കോൺട്രാക്റ്റ് പിടിച്ചോ, ഞങ്ങളുടെ ഉത്തരവാദിത്വം ഒന്നുമല്ല. അത് കോൺട്രാക്ടർമാർ തന്നെ പിന്നെ ആയിക്കോട്ടെ. പക്ഷേങ്കിൽ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരൊന്ന് കാണണം, ഇത് പഞ്ചായത്ത് കാണണം. ഈ ഞങ്ങളുടെ അവസ്ഥ, ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഈ പ്രദേശത്ത് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ഇതുവഴി ഒരു വണ്ടി പോവുകയില്ല. കാലാകാലങ്ങളിൽ ഓട്ടോകൾ പോകാറില്ല. കാരണം ഇവിടെ വണ്ടി വഴി വന്നാൽ വഴിയെല്ലാം നശിച്ച് കിടക്കുന്നതുകൊണ്ട് അവർക്ക് മെയിൻ്റെനൻസ് കൂടും. അതുകൊണ്ട് ഓട്ടോക്കാർ വരത്തില്ല. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഒരു വണ്ടി പോലും, ഒരു 4 വീല് വണ്ടി പോലും പോകാൻ പറ്റത്തില്ല. പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഗ്യാസ് വണ്ടി മറിഞ്ഞു വീഴാനായിട്ട് തുടങ്ങി, ഒരു പെട്ടിയോട്ടായി വന്ന് അത് മുഴുവൻ ഇവിടെ വെള്ളത്തിൽ പോയേന്. ഞാനും നാട്ടുകാരും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ പെട്ടിയോട്ടം മറിയാതെ അവർ രക്ഷപ്പെട്ടു. പല സ്കൂട്ടറുകളും ഇവിടെ മറിഞ്ഞു വീണെന്ന്. ഇത് നിങ്ങൾ കാണണം, നിങ്ങൾ ജനപ്രതിനിധികൾ കാണണം. നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത്. നമുക്ക് പല രാഷ്ട്രീയങ്ങളുണ്ടായിരിക്കും, അതൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേങ്കിലേ ഒരു പഞ്ചായത്ത് എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയം നോക്കിയായിരിക്കുമല്ലോ നമ്മളവരെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഇത് മറ്റുള്ളവർ കൊണ്ടുവന്ന പദ്ധതിയായതുകൊണ്ട് ഞാൻ ഇടപെടത്തില്ല. ഇതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ അങ്ങനെ ഒളിച്ചിരിക്കാനാണ് നമ്മൾക്ക് ഇതിനകത്ത് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ ഞങ്ങൾ കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. കണ്ടില്ലേ, വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുക. ഇതുവഴി ഒരു വണ്ടി പോകുമോ? 3 ആഴ്ചയായി ഇവിടെ കിടക്കുന്നു, ഇത് നശിച്ച് കിടക്കുന്നു. നമ്മുടെ വാർഡ് മെമ്പറോട് ചോദിക്കുമ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞ് ഇപ്പം ചേട്ടാ ഒന്ന് ക്ഷമിക്കുക, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. 17-ാം വാർഡ് മെമ്പറോട് ചോദിക്കുമ്പോൾ പറയുന്നതാണ് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്ന് ക്ഷമിക്കുക, കോൺട്രാക്ടർ വരുന്നില്ല, കൃത്യമായിട്ടൊന്നും ചെയ്തില്ലെന്ന്. ഈ കരിമ്പട്ടിയിലൊക്കെ പെടുത്തിൻ്റെ കോൺട്രാക്ടറേ ഉള്ളോ ഈ എരുവേരി പഞ്ചായത്തിൽ? വേറെ കോൺട്രാക്ടർമാരൊന്നുമില്ല. അതാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മുടക്കി ഹനിച്ചിട്ടാണോ നിങ്ങൾക്ക് കോൺട്രാക്ടറുമായിട്ട് കളിക്കുമോ, രാഷ്ട്രീയം കളിക്കുമോ? നിങ്ങൾ എന്ത് വേണമെങ്കിലും കളിച്ചു, അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ഇവിടെ ഓരോ മനുഷ്യർക്കും രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. അതിനൊക്കെ അതീതമായിട്ട് ജനങ്ങളെന്നൊരു സംഭവമാണ്. നിങ്ങൾ ജയിച്ചു പോയി കഴിയുമ്പം ജനങ്ങളെ മറക്കരുത്. അവർ ചെയ്ത പദ്ധതിയായതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ലെന്നും അതുകൊണ്ട് ഈ പദ്ധതി ഇങ്ങനെ കിടന്നാൽ മതിയെന്നും നാട്ടുകാരിങ്ങനെയൊക്കെ സഹിച്ചാൽ മതിയെന്നും നാട്ടുകാരിങ്ങനെയൊക്കെ പോയാൽ മതി. പാസ്റ്റേ എന്താ പറയുന്നു? എൻ്റെ കാല് വയ്യാത്ത ഒരു പാസ്റ്ററാണ്, അറിയാം. ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ഓട്ടോയോ അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അദ്ദേഹം ഓട്ടോയെ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ, നടക്കാൻ പോലും പറ്റാത്ത ഒരു പാസ്റ്ററാണ്. അറിയാം, ഞങ്ങളിവിടെ സമൂഹത്തിൽ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. പറ പാസ്റ്ററെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചും പറഞ്ഞു ഞങ്ങൾ പറയുന്നതിലുപരി ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനല്ലായിരുന്നു. അതുകൊണ്ട് കർശനമായിട്ട് ഈ ആഴ്ച പണി തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ട് പോയത്. ഇവിടെ ഒരു മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തു. ഇവിടെ ആൾക്കാരെ വിളിച്ച്, കോൺട്രാക്ടറെ വിളിച്ചു വരുത്തി, അതുപോലെ പൈപ്പുകാരെ വിളിച്ചു പറഞ്ഞു. ഇതെല്ലാം ഇവിടെ നടന്ന സംഭവങ്ങളാണ്. ഇവിടുത്തെ മെമ്പർ വന്ന് വിളിച്ചെടുത്തോണ്ട് മെമ്പറും ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളുടേതായ യാത്ര പരിതാപകരമാണ്. ഇതുവഴി ഒരു സ്കൂട്ടർക്ക് പോലും പറ്റത്തില്ല. ഇടയ്ക്ക് താണ്ട് മിക്ക വണ്ടികളും കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന വണ്ടിയുടെ അടി ഇടിക്കുമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള പോകേണ്ടത്. ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പല അപകടങ്ങൾ ഒഴിവാക്കി. ആശുപത്രി കേസ് വന്നാൽ ഞങ്ങൾ എങ്ങനെ വരും? വണ്ടിയുണ്ട്, എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഒന്ന് തിരിക്കാൻ പറ്റുമോ? ഇതാണ് നാട്ടുകാരുടെ അഭിപ്രായം. കാരണം ഇത് അനുഭവിക്കുന്നവരുടെ മനസ്സിലായി. കാരണം ഇവിടെ ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അദ്ദേഹത്തൊക്കെ ഇവിടെ ഹോസ്പിറ്റലുമായിട്ടിരിക്കുന്നവരുണ്ട്, അസുഖമായിട്ടിരിക്കുന്നവരുണ്ട്, ദിവസവും ഹോസ്പിറ്റലിൽ പോകേണ്ട ആൾക്കാരുണ്ട്, ഡയാലിസിസിൻ്റെ ആൾക്കാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വഴിയാണിത്. മനസ്സിലായോ? ഈ വഴി ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. 94 മീറ്ററോളം ഇവിടെ വഴി കോൺക്രീറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി 1 കിലോമീറ്ററോളം നശിച്ച് കിടക്കുകയാണ് ഈ വഴി. അറിയാമോ? ഇതിനേക്കാൾ ദയനീയാവസ്ഥയാണ്. ഇതൊന്നും കാണുന്നില്ല. നിങ്ങളൊക്കെ മെയിൻ റോഡുകൾ മാത്രം ചെയ്താൽ മതി. ഇവിടെ കുറേ കട്ടിംഗ് റോഡും പോക്കറ്റ് റോഡുകളും ഉണ്ട്. അവിടെയും കുറേ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പേഴ്സും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഇത് നിലവിലുള്ള ഉദ്യോഗസ്ഥരും നിങ്ങളിത് അറിയണം. ഇത് കളക്ടറെ, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാവരും ഉണ്ടല്ലോ, PWD എഞ്ചിനീയർ, ഇവരെല്ലാം ഉണ്ട്. നിങ്ങളിത് കാണണം. നിങ്ങളെല്ലാം വന്ന് നിരന്തരം വന്ന് നോക്കിയേച്ച് പോയിട്ട് പരസ്പരം പഴിയാരിച്ച് പോയാൽ പോരാ. ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെ നെഞ്ചത്തോട്ട് ഇത് വെച്ച് കൊടുത്തിട്ടെ അവൻ എന്തെങ്കിലും ഒന്ന് കുത്തിപ്പൊളിച്ച് വെച്ച് പോകും. അതല്ല വേണ്ടത്. എന്നിട്ട് ജനങ്ങൾ അനുഭവിച്ചോളാൻ പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ? അതോ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും യാതൊരു റോളുമില്ല. നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ നടപ്പാക്കും, ജനങ്ങൾ എങ്ങനെയും സഹിച്ച് നടന്നോണം. അതാണോ നിങ്ങളുടെ തീരുമാനം? ഇത് ശരിയല്ല. കാരണം ഞാൻ പല പ്രാവശ്യം ഓർത്തതാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ പോട്ട് നാളെ ആട്ടെ ഇന്ന് ശരിയാക്കും. കാരണം സഹിക്കുന്നതിനപ്പുറമുണ്ട് ഇത്. അതിനപ്പുറമാണ് ഈ ജനങ്ങൾ തേണ്ടതേ.
ആർക്കുണ്ടാക്കാൻ വേണ്ട ഇത് കൊണ്ട് വെച്ചിരിക്കുന്നത്? ഈ നാട്ടുകാർക്ക് ട്രെയിനിങ് പഠിക്കാനാണോ ഈ സാധനം കൊണ്ടിട്ടിരിക്കുന്നത്? ആഴ്ചകളാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു. അതോ ഞങ്ങൾ റീത്ത് വെക്ക് പൂമാല ഇടണോ? ഇതുകൊണ്ടൊന്ന് മാറി കിട്ടിയായിരുന്നെങ്കിൽ അത്രയും കൂടെ വണ്ടി പോയേനെ ഈ സൈഡിൽ കൂടെ. അത്ര ദയനീയമാണ്. വേണ്ടേ വീട്ടിലോട്ട് കയറിപ്പോകുന്ന വഴികളാണ് കിടക്കുന്നത്. അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനെ നമ്മുടെ 2 വാർഡ് മെമ്പർമാരുണ്ട്, അവരൊക്കെ എന്നെ ഏകോപിച്ച് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ജനങ്ങളും മനുഷ്യരാണ്, വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും രാഷ്ട്രീയമുണ്ട്, അതൊന്നും അല്ല വിഷയം. ഞാനൊരു ജനമായിട്ടും അല്ലെങ്കിൽ ജനങ്ങളിൽ ഒരാളായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ അധികാരികൾക്ക് എത്രയും പെട്ടെന്ന് ഇത് എത്തിക്കണം, എത്രയും പെട്ടെന്ന് ഇത് നടപടി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് യാത്രാ സൗകര്യം തരണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏവർക്കും നമസ്കാരം.